ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 64-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഗുരു നമ്മളോട് പറഞ്ഞത് അറിവിലാണ് നാം ഇരിക്കുന്നത്. ആ അറിവിലിരുന്നു കൊണ്ട് അപരമത്വം നമ്മൾ അല്പജ്ഞാനത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും അതറിയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളവൻ ഇന്ദ്രിയങ്ങൾ വഴി പല പല കാഴ്ചകൾ കണ്ടിട്ട് പരവശനായിത്തീരും. വലിയ പണ്ഡിതനായ ഒരു ആത്മജ്ഞാനിയുടെ സന്യാസിയെ ഒരിക്കലും അടുത്ത് നിൽക്കുന്ന ശിഷ്യന്മാർക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഗുരുവിനെ തന്നെ ബോധാനന്ദ സ്വാമിക്കോ ശിവലിംഗദാസ സ്വാമികൾക്കോ അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമേ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ അവർ അവസാന നിമിഷം പോലും ഗുരുവിനെ എന്താണ് ഗുരു എന്ന്, ഗുരുവിന് കഴിവ് വരുന്നു കഴിവ് പോകുന്നു എന്നൊക്കെയാണ് അവരുടെ ചിന്ത. അപ്പോൾ നമ്മൾ ഏത് വേഷത്തിൽ എന്ന വേഷം നല്ലതാണ്. കാവ്യവസ്ത്രത്തിന് ശുഭമായിട്ടുള്ള ഊർജത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് ആ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ഏത് വസ്ത്രത്തിനും അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. ഒരു പോലീസുകാരൻ കാക്കി വേഷം എടുത്തിടുമ്പോൾ അയാൾ അതിശക്തനായി മാറുന്നത് പോലെ കാവ്യവസ്ത്രം ധരിക്കുമ്പോഴും അതിൻ്റേതായ മഹത്വമുണ്ട്. അപ്പോൾ ഭേദചിന്ത മാറണം. അല്ലെങ്കിൽ ആ വേഷം ധരിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ നോക്കുന്നപ്പോൾ ഭേദചിന്ത വരുന്നു. ഞാനും അവരും ഒന്നാണെന്നുള്ള ഭേദചിന്തയാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് ഉയർച്ചയ്ക്ക് തടസ്സം. അതാണ് ഗുരു ഈ 64-ാമത്തെ ശ്ലോകത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പലരും വിചാരിക്കും എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നാം തന്നെയാണ് കുറ്റക്കാർ എന്ന് ഗുരു ഇതിലൂടെ പറയുകയാണ്. ശ്ലോകം ഇങ്ങനെയാണ്: പ്രതിവിഷയം പ്രതിബന്ധമേറിമേവുന്ന ഇതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നു. ഇതിനില്ല നീതിഹാനി. പ്രതിവിഷയം പ്രതിബന്ധമേറി നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് പ്രതിവിഷയം, വിഷയം പ്രതിയുള്ള തടസ്സമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. നിങ്ങൾ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പല പല ദൃശ്യങ്ങൾ കാണും. അതാണ് പ്രതിവിഷയം എന്ന് പറയുന്നത്. നിങ്ങൾ വിഷയങ്ങളെ കാണും. ആ വിഷയത്തിൻ്റെ ഉള്ളിലുള്ള പ്രകാശത്തെ നിങ്ങൾ കാണുന്നില്ല. അതെല്ലാത്തിലും ഒന്ന് കൊണ്ട് കോർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ജൈവവും അജൈവവുമായ എല്ലാ വസ്തുവിലും അത് തിങ്ങി നിൽക്കുന്നു എന്നുള്ള സത്യവും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് നിജസ്മൃതി. നിജ എന്ന് വെച്ചാൽ തൻ്റെ തന്നെ സ്മൃതിയാണ്, നിങ്ങളുടെ തന്നെ ചിന്താഗതികളാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. നാം തന്നെയാണ് തടസ്സം, മറവി ഉണ്ടാക്കുന്നത്, മായ ഉണ്ടാക്കുന്നത്, അവ്യക്തത ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ കുറ്റമാണ്. അപ്പോൾ നാം അതിനു വേണ്ടി വാസനാക്ഷയം, മനോനാശം, തത്വജ്ഞാനം ഉണ്ടാക്കുക. ഈ ഭേദചിന്ത അങ്ങോട്ട് മാറണം. രാഗദേഷ്യങ്ങൾ, എനിക്ക് ചിലരോട് ഇഷ്ടം, ചിലരോട് ഇഷ്ടക്കേറും. ഞാനും അവരും ഒന്ന് തന്നെയാണ്. അവരിൽ നിൽക്കുന്ന പ്രകാശവും എന്നിൽ നിൽക്കുന്ന പ്രകാശവും ഒന്നാണ്. ചെടിയിലും എന്നിലും ഒന്ന് തന്നെയാണ്. ആ ജീവി, പൂച്ച, ഗർഭിണിയായ പൂച്ച കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരുന്നു, അത് ഞാൻ തന്നെയാണ്. അതിന് ആഹാരം കൊടുക്കാൻ നമുക്ക് തോന്നണം. അപ്പോൾ ഞാനും അതും തമ്മിൽ വ്യത്യാസമില്ല എന്ന് എപ്പോൾ നിങ്ങൾ ചിന്ത വരുന്നു, അപ്പോൾ മുതൽ നിങ്ങൾ ഒന്നായി മാറും. ഇതൊരു പരിശീലനമാണ്, നിരന്തരമായ പരിശീലനം. അത് രൂഢമൂലമായിരിക്കുന്നത് കൊണ്ട് മാറ്റാൻ പ്രയാസമാണ്. പക്ഷെ മാറ്റാം. കാരണം മാനസിക രോഗം തുടക്കത്തിലെ ചികിത്സിച്ചാൽ, ഏത് രോഗവും തുടക്കത്തിലെ ചികിത്സിച്ചാൽ മാറും. എത്ര നാൾ അത് തുടങ്ങി എന്നുള്ളതിനനുസരിച്ചാണ് ചികിത്സയുടെ കാലഘട്ടവും കാലദൈർഘ്യവും വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ രൂഢമൂലമായി ഈ വാസന കയറി പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യമാണ്. അത്രയും കാലം കൊണ്ട് നിങ്ങൾക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ നിരന്തരമായി ഞാനത് മാറ്റിയെടുക്കും
എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരന്തരമായി അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ മനോനാശം സംഭവിക്കുകയും മനസ്സ് വിശാലമാകുകയും ആ ശക്തിയിൽ ചെന്ന് ചേരും. അപ്പോൾ തത്വചിന്ത നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഒരു തത്വമേ ഉള്ളൂ, ഇവിടെ ഏകമായ സത്യം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം. ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളൂ, ഗുരു ഇതിൽ ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇത് മനസ്സിലാക്കണം, നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് തടസ്സം. അതാണ് പറയുന്നത്, വിഷയം പ്രതിബന്ധമേറി. ആ പ്രതിബന്ധം ഉണ്ടാക്കുന്നു, ഏറുന്നു, വർദ്ധിപ്പിക്കുന്നു, ഏറി മേവുന്ന ഇരിക്കുന്ന കഴിയുന്ന എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അങ്ങനെ നിങ്ങളിൽ വസിക്കുന്ന, നിങ്ങളിലിരിക്കുന്ന, മേവുന്ന ഇതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. നിജസ്മൃതിക്ക് മാത്രമേ, തൻ്റെ സ്മൃതി കൊണ്ട് മാത്രമേ ഈ നിങ്ങൾ ചിന്തിച്ച് അതാണ് സ്മൃതി എന്ന് പറയുന്നത്. നിങ്ങൾ ആവർത്തിച്ച് ഞാൻ ഇതാണ് 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 എന്ന് നിങ്ങൾ ആ അഖണ്ഡമായ സ്വരൂപമാണ്, ശുദ്ധമായ ബോധമാണ്, ബോധത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റും, ഞാൻ അത് തന്നെയാണ്. ഒരു വെളുത്ത ബോർഡിൽ നീലമഷി കൊണ്ട് നിറച്ചെഴുതി വച്ചിരിക്കുന്നു. അത് മായ്ച്ചു കളയാൻ സ്വല്പം പ്രയാസമാണ് എങ്കിലും നമ്മൾ കുറേശ്ശെ തുടങ്ങി പതുക്കെ തുടങ്ങി വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ അത് ആയാസരഹിതമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതാണ് നമ്മൾ ആ വിശ്വാസത്തിൽ പോകുകയാണെങ്കിൽ, ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ഉള്ളിലുള്ള ആ ശക്തിയാണ് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ഏത് പ്രവൃത്തി ചെയ്താലും നിങ്ങൾക്ക് രാഹിത്യമുണ്ടാകുന്നു. കാരണം ആയാസം നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല. അപ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ ഇതൊരു വലിയ പ്രവൃത്തിയാണ് എന്നുള്ളതല്ല, നമ്മൾ നിരന്തരമായി പ്രയത്നിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും കിട്ടും എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് രൂഢമൂലമായിട്ട് അതിനുവേണ്ടി നിങ്ങൾ നിരന്തരം പരിശ്രമിക്കുക. അതാണ് പറയുന്നത്. അങ്ങനെ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? അങ്ങനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. ഇതിനെ നിരാകരിക്കാൻ അതിന് മാത്രമേ കഴിയൂ, മാറ്റി നിർത്താൻ അതിന് മാത്രമേ കഴിയൂ, നിങ്ങളുടെ സ്മരണയ്ക്ക്. അതാണ് പറയുന്നത്, അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നു, ഇതിനില്ല നീതിഹാനി. അതിവിശദ സ്മൃതിയാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു പരിമിതമായ സ്മൃതിയിലാണ് നിങ്ങൾ നിൽക്കുന്നു. നിങ്ങൾ കുറച്ച് നേരം തത്വജ്ഞാനമൊക്കെ പഠിക്കുന്നു, ഇത് കേൾക്കുന്നു, കുറച്ച് നേരമൊക്കെ ചിന്തിക്കുന്നു. 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. അതിലെത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥമായി, വെറുതെ മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല, മന്ത്രം ഏകാഗ്രമായി ജപിക്കണം. അപ്പോഴാണ് നാം അതിലേക്ക് പോകുന്നത്. മന്ത്രം മാത്രമല്ല, ഇപ്പോൾ ഗുരുവിൻ്റെ ഒരു അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നു, ഇതിനില്ല നീതിഹാനി എന്ന് നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന, ആഴമേറും നിൻ മഹസാം ആഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഏത് വരി, 1-2 വരി ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ആണ്ടിറങ്ങുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിവിശദ സ്മൃതിയാൽ. അപ്പോൾ നിങ്ങൾ അതിവിശദമായ സ്മൃതിയാലാണ് ഈ ശരീരബോധമൊക്കെ അങ്ങോട്ട് വിടുന്നു. ഇത് തരംഗം തന്നെയാണ് ശരീരം, അത് തരംഗമായി അങ്ങോട്ട് മാറിയിട്ട് നിങ്ങൾ ഇവിടെ വിശാലമായ അവസ്ഥയിലേക്ക് പോകുന്നു. അതിവിശദ സ്മൃതിയാൽ ഞാൻ വിശാലമാണ് എന്ന് നിങ്ങൾ സ്മരിക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനും ചിന്തിക്കാനും കഴിയുമ്പോൾ നമ്മളൊരു വിശദ സ്മൃതിയായിട്ട് മാറുന്നു. നമ്മുടെ സ്മൃതി വിശദമായാൽ അതീത വിദ്യാനിധി തെളിയുന്നു, ഇതിനില്ല നീതിഹാനി. അതീത വിദ്യാനിധി, അഖണ്ഡമായ ആ ശുദ്ധമായ ജ്ഞാനം. അഖണ്ഡം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് സംശയമുള്ളതുകൊണ്ടാണ് ശുദ്ധജ്ഞാനം എന്നൊക്കെ പറയുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്. അഖണ്ഡമായ ബോധം ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഖണ്ഡിച്ച ബോധമല്ല. എന്നിലെ ബോധം, ആ വ്യക്തിയിലെ ബോധം എന്ന് ഖണ്ഡിച്ചല്ല, അഖണ്ഡമായ ബോധത്തിലേക്ക് നമ്മൾ പോകും. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നു, ഇതിനില്ല നീതിഹാനി. അതിവിശദ സ്മൃതിയാൽ അല്ലാണ് നമുക്ക് അതീത വിദ്യാനിധിയിലേക്ക് പോകാൻ സാധിക്കുന്നത്. അതൊരു നിധിയാണ്. ചിന്താമണി രത്നം എന്ന് പറയുന്ന അത് സ്വായത്തമാക്കുക എന്നതിന് വേണ്ടിയാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. അത് കയ്യിലുണ്ടെങ്കിൽ, അതിൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അത് നിറഞ്ഞാൽ
നിറച്ചതിന് ശേഷം നമ്മൾ ചെന്ന് ആഴമേറും നിൻ മഹസാമാഴിയിൽ നമ്മൾ ചെന്ന് അങ്ങ് മുങ്ങും. മുങ്ങിയതിന് ശേഷം പൊങ്ങി വരുമ്പോൾ നമ്മൾ പിന്നെ എല്ലാത്തിലും അതിനെ തന്നെ ദർശിക്കുന്നു. അതും ഞാനും വ്യത്യാസമില്ല എന്ന ഭാവത്തിൽ വിനയാന്വിതരായി നമ്മൾ മാറുന്നു. വിശാലമായ മനസ്ഥിതി നമ്മളിൽ വന്നു ചേരും. അതാണ് ഉള്ളത്. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നു ഇതിനില്ല നീതിഹാനി. അപ്പോൾ ഇതിന് നീതിഹാനി, ഇത് നീതിയാണ്. ഇത് ഭാരതീയ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള നീതിശാസ്ത്രമാണിത്. അതിന് ഹാനിയില്ല, അതിന് നാശമില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ പ്രകാശമായി നിന്നുകൊണ്ടാണ് ഇതെല്ലാം എഴുതുന്നത്. ഗുരു ഇതിപ്പോൾ എഴുതുന്നത് മുഴുവനും ആ പ്രകാശത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത്. എന്തെല്ലാം പ്രവൃത്തിയാണ് ഒരു സന്യാസി ശ്രേഷ്ഠനും ചെയ്യാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് ഗുരു ചെയ്തത്. കാരണം വർക്കല സ്കൂളിലെ ഓരോ സ്കൂളുകൾ, ക്ഷേത്രങ്ങൾ, ഇതിനൊക്കെ വേണ്ടി പൈസയ്ക്ക് പണപ്പിരിവിന് വേണ്ടി ഗുരു എവിടെയെങ്കിലും ഒരു മഠത്തിൽ അധിപതിയായിട്ടിരിക്കുകയല്ല ചെയ്യുന്നത്. ഗുരു ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാവം മനുഷ്യനെ പോലെ ഗുരു ഇറങ്ങിത്തിരിക്കുകയാണ്. ഗുരു അവിടെ ചെല്ലുമ്പോൾ അവരുടെ ലുപ്തനായ ഒരാളിൻ്റെ ഉള്ളിൽ ഇത് മുഴുവനും പലതും കൊടുക്കണമെന്നൊരു തോന്നലുണ്ടാകും. അതുകൊണ്ടാണ് ഗുരു ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് അയ്യപ്പൻ അതുകൊണ്ടാണ് വിചാരിച്ചത്, ഈ പണക്കാരെ വീട്ടിലേക്ക് ആദ്യം കാണാൻ വരുമ്പോൾ ഗുരു ഒരു വലിയ പണക്കാരൻ്റെ വീട്ടിൽ എന്തിനാ അവിടെ ഇരിക്കുന്നത് ഗുരു, ഈ പണക്കാരനോട്ട് ഇത്രയും എന്താ സംസാരം എന്നൊക്കെ വിചാരിച്ചു. ഗുരു കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ പണക്കാരൻ്റെ പൈസ വാങ്ങിച്ച് പാവങ്ങൾക്ക് കൊടുക്കുന്നത് വല്ല തെറ്റുകൊണ്ടോ അയ്യപ്പ? അയ്യപ്പന് വലിയ ഇഷ്ടമായിരുന്നു. അയ്യപ്പൻ കാവ്യമൊന്നും ധരിച്ചിട്ടില്ല. അയ്യപ്പൻ്റെ ഉള്ളിൽ കാവ്യമുണ്ട് എന്ന് ഗുരുവിനറിയാമായിരുന്നു. ആ ഭക്തി തന്നെയാണ് കാവ്യം. ഗുരുവിനോടുള്ള ആരാധന തന്നെയാണ് കാവ്യം. പുറമേ അദ്ദേഹം കുറ്റപ്പെടുത്തുമെങ്കിലും. അപ്പോൾ പിന്നെ ഒന്ന് പറയുന്ന ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. തത്വശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വാസനാക്ഷയം നമ്മളുണ്ടാക്കുന്ന രാഗദേശങ്ങളോടുള്ള താല്പര്യം കുറച്ച് കൊണ്ട് വരിക. പിന്നീട് മനോജയം, മനസ്സിനെ ശുദ്ധമാക്കി വിശാലമാക്കി വരുമ്പോൾ നമ്മളുടെ മനസ്സിനെ ഇല്ലാതാക്കാൻ പറ്റും. മനസ്സിനെ ഇല്ലാതാക്കാൻ പറ്റിയ മറ്റൊരു മാർഗം കൂടി പറയുന്നുണ്ട്. പ്രാണനെ ശ്രദ്ധിക്കുക. പ്രാണൻ ചലിക്കുന്നത് മനസ്സിൻ്റെ ഇതനുസരിച്ച്, പ്രാണൻ ചലിക്കുന്നതനുസരിച്ച് മനസ്സും ചലിക്കുക. അപ്പോൾ മനസ്സിലെ ചിന്തകൾ കൂടുമ്പോൾ പ്രാണൻ വളരെ വേഗത്തിൽ ചലിക്കും. അപ്പോൾ ആ ചലനമില്ലാതാക്കണമെങ്കിൽ പ്രാണനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പറ്റും. അതിൽ വ്യാസൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് മാർഗമാണോ ഏറ്റവും എളുപ്പം ആ മാർഗം സ്വീകരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ആ നമ്മളെ പ്രാണനെ ശ്രദ്ധിച്ച് ചെല്ലുമ്പോൾ മനസ്സിനെ ഇല്ലാതാക്കുന്നു. ഇതൊന്നും നമ്മൾ ആവശ്യമില്ലാതെ ഒന്നും ഇതിനെപ്പറ്റി വലിയ ചിന്തയൊന്നും വേണ്ട. പ്രാണനെ ശ്രദ്ധിച്ച് എന്നാൽ മതി. നമ്മൾ അടങ്ങിക്കൊള്ളും, നമ്മൾ ശുദ്ധമായിക്കൊള്ളും, നമ്മൾ തെളിഞ്ഞോളും. ആ തെളിയൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.